അടുത്ത ആഴ്ച ഗൾഫിൽ നിന്ന് ഉദയേട്ടൻ വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് വരെ നമുക്കൊന്ന് കാണാൻ കൂടെ പറ്റില്ല സുധി. തൻ്റെ ഇളം മേനിയിൽ തഴുകിക്കൊണ്ടിരുന്ന സുധിയുടെ കൈകളിൽ ഒന്നു മുത്തി അവൾ പറഞ്ഞു. നിന്നെ ഇങ്ങനെ കാണാതെ 2 മാസം എങ്ങനെ തള്ളി നീക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. സുധീഷ് വിഷമത്തോടെ അനുപമയെ നോക്കി. ഉദയേട്ടൻ പുറത്തെവിടെയെങ്കിലും പോയാൽ നിന്നെ ഞാൻ വീഡിയോ കോൾ വിളിക്കാം. തൽക്കാലം അങ്ങനെ കണ്ട് ആശ്വസിക്കാം അയാൾ പോകുന്നത് വരെ. നല്ലൊരു ജോലി ശരിയാവട്ടെ, അതുവരെ നീ ഇവിടെ നിൽക്ക്. ഒരു ജോലി തരപ്പെട്ടാൽ പിന്നെ നിന്നെയും കൊണ്ട് ഞാനങ്ങ് പോകും. എനിക്കും മടുത്തു സുധി ഈ ഒളിച്ചും പാത്തുമുള്ള സഹവാസം. ഇത്രയും നാളും എങ്ങനെയൊക്കെയോ ആരുടെയും കണ്ണിൽപ്പെടാതെ രക്ഷപ്പെട്ടു. ഇനി എന്തായാലും നേരിട്ടുള്ള ഈ വരവ് കുറച്ചോ നീ. ഉദയേട്ടൻ എന്തൊക്കെയോ സംശയമുള്ളതുപോലെ എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഏട്ടൻ ഉള്ളപ്പോഴായാലും പഴയതുപോലെ നീ ഇങ്ങോട്ട് കയറി വരുന്നത് കുറയ്ക്ക്. അത് വേണോടി. അങ്ങനെയെങ്കിലും നിന്റെ മുഖമെങ്കിലും എനിക്ക് കാണാമല്ലോ. വെറുതെ ഏട്ടൻ്റെ സംശയം കൂട്ടണ്ടല്ലോ എന്ന് കരുതിയാ. അറിയാലോ, നീ ഞാനും ഇപ്പോൾ സുഖിച്ച് കഴിയുന്നത് ഉദയേട്ടനെ എനിക്ക് അയക്കുന്ന പൈസ കൊണ്ടാണ്. നീ ഒന്ന് സെറ്റിലാവും വരെ നമ്മൾ സഹിച്ചേ പറ്റൂ. അതൊക്കെ ഞാൻ സഹിച്ചോളാം. പക്ഷേ പ്രശ്നം അതല്ല. എനിക്ക് അവകാശപ്പെട്ട നിൻ്റെ ഈ ശരീരം ഇനി 2 മാസത്തേക്ക് അനുഭവിക്കാൻ പോകുന്നത് നിൻ്റെ ഭർത്താവാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കണില്ല. തൽക്കാലം സഹിച്ചേ പറ്റൂ. നിന്നെ പരിചയപ്പെട്ട നാൾ മുതൽ ഞാനും മനസ്സോടെയല്ല ഉദയേട്ടൻ്റെ കൂടെ കിടക്കുന്നത്. നമ്മുടെ നല്ല ഭാവിക്ക് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? നീ എത്രയും പെട്ടെന്ന് സെറ്റിലാവാൻ നോക്ക്. എന്നിട്ട് വേണം നമുക്ക് കല്യാണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ. സംസാരിച്ച് വെറുതെ സമയം കളയാതെ ഇങ്ങോട്ട് കിടന്നേ. നിന്നെ ഞാനൊന്ന് ശരിക്കും ആസ്വദിക്കട്ടെ. സുധീഷ് അനുപമയുടെ നൈറ്റ് ഗൗൺ വലിച്ചൂരി ആവേശത്തോടെ അവളിലേക്ക് പടർന്നു കയറി. പ്രവാസിയായ ഉദയൻ്റെ ഭാര്യയാണ് അനുപമ. 20-ാം വയസ്സിലാണ് അവൾ അവൻ്റെ ഭാര്യയായി ആ വീട്ടിലേക്ക് വന്നത്. ഉദയൻ്റെ അച്ഛൻ നേരത്തെ മരിച്ചതാണ്. ഒരു ചേച്ചിയുള്ളത് കല്യാണം കഴിഞ്ഞ് ഭർത്താവിനൊപ്പം വിദേശത്ത് തന്നെയാണ്. 10 വർഷമായി അനുപമയുടെയും ഉദയൻ്റെയും കല്യാണം കഴിഞ്ഞിട്ട്. ഇതുവരെ അവർക്ക് കുട്ടികളില്ല. ഉദയന് കൗണ്ട് കുറവായതുകൊണ്ടാണ് കുട്ടികളില്ലാത്തത്. നാട്ടിൽ ഉദയനില്ലാതെ മടുപ്പാണെന്നും തന്നെയും കൂടെ കൊണ്ടുപോകണമെന്നും അവൾ അവനോട് കുറേ പറഞ്ഞിട്ടുണ്ടെങ്കിലും നാട്ടിൽ അമ്മ ഒറ്റയ്ക്കായതിനാൽ അവൻ അവളെ ഒപ്പം കൊണ്ടുപോകാൻ തയ്യാറായില്ല. 1 വർഷം കൂടുമ്പോൾ 2 മാസത്തെ ലീവിന് ഉദയൻ നാട്ടിൽ വന്നു പോകും. അടുത്ത് ഭർത്താവുമില്ല, ഓമനിക്കാൻ കുട്ടികളുമില്ലാത്തതിനാൽ ആ വലിയ വീട്ടിൽ ഉദയൻ്റെ അമ്മയോടൊപ്പം താമസിച്ച് അവൾ മുഷിഞ്ഞു പോയിരുന്നു. അവരിവിടെ ഒറ്റയ്ക്കായതിനാൽ അനുപമയ്ക്ക് സ്വന്തം വീട്ടിൽ പോയി നിൽക്കാനും കഴിയില്ലായിരുന്നു. ഉദയൻ്റെ അമ്മയാണെങ്കിൽ ആരോടും അങ്ങനെ സംസാരിക്കുന്ന പ്രകൃതക്കാരിയല്ല. അവർ എപ്പോഴും TV-യിൽ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പതിവ്. അങ്ങനെ ആ വിരസമായ ജീവിതം മടുത്തിരിക്കുമ്പോഴാണ് അയൽപ്പക്കത്തെ സുധീഷുമായി 3 വർഷം മുമ്പ് അവൾ അടുപ്പത്തിലാകുന്നത്. അന്ന് മുതൽ ഇന്ന് വരെയും ഇരുവരും തങ്ങളുടെ ബന്ധം രഹസ്യമായി തുടർന്നു കൊണ്ടുപോകുന്നു. സുധീഷിന് വയസ്സ് 30 ഉണ്ട്. പൈസയ്ക്ക് വേണ്ടിയാണ് അവൻ അനുപമയുമായി ബന്ധം സ്ഥാപിച്ചത് തന്നെ. ഒരു ജോലി കിട്ടി സെറ്റിലായാൽ അവളെ കല്യാണം കഴിച്ച് കൂടെ കൂട്ടാമെന്ന് പറഞ്ഞ് അനുപമയെ മോഹിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് സുധി. ഇതൊന്നും അറിയാതെ അനുപമ ഭർത്താവിനെ ചതിച്ച് കാമുകന് വേണ്ടിയെല്ലാം സമർപ്പിച്ചു കഴിഞ്ഞു. സുധീഷ് അവിവാഹിതനാണ്. ഉദയൻ അവൻ അനിയനെ പോലെയാണ്. ആ വീട്ടിലെ എന്താവശ്യത്തിനും വരാറുള്ളത് സുധീഷാണ്. അങ്ങനെയാണ് അനുപമ അവനുമായി സ്നേഹത്തിലായത്. ഒരാഴ്ച കഴിഞ്ഞ് ഉദയൻ വന്നു. പക്ഷെ എപ്പോഴും വരുമ്പോഴുള്ള സ്നേഹപ്രകടനങ്ങളൊന്നും അവൻ്റെ ഭാഗത്തു നിന്നുണ്ടാവാത്തത് അവളിൽ സംശയം ഉളവാക്കി. ഇനി അയാൾ എന്തെങ്കിലും അറിഞ്ഞോ എന്നോർത്ത് അനുപമയ്ക്ക് ടെൻഷനായി. ഉദയൻ വന്നതിൻ്റെ അന്ന് വൈകുന്നേരം അയാൾ വിളിച്ചത് പ്രകാരം അനുപമയുടെ വീട്ടുകാർ അങ്ങോട്ട് വരികയുണ്ടായി. അതുകൂടെ കണ്ടപ്പോൾ അവൾക്ക് അപകടം മണത്തു. എന്താ മോനെ, നീ ഞങ്ങളോട് പെട്ടെന്ന് വരാൻ പറഞ്ഞത്? അനുപമയുടെ അച്ഛനാണ്. കൂടുതൽ വളച്ചു കെട്ടാതെ നേരത്തെ കാര്യം പറഞ്ഞേക്കാൻ ഞാൻ. നിങ്ങളുടെ മോൻ അപ്പുറത്തെ വീട്ടിലെ സുധീഷുമായി രഹസ്യബന്ധമുണ്ട്. ഇത് കഴിഞ്ഞ വരവിൽ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞതാ. എൻ്റെ അമ്മ ഉറങ്ങിയെന്ന് വിചാരിച്ച് ഇവൾ അവനു വേണ്ടി കതക് തുറന്നു കൊടുക്കുന്നത് ആരും അറിയുന്നില്ലായിരുന്നു എന്നാണ് ഇവളുടെ വിചാരം. തെളിവോടെ നിങ്ങളുടെ മുന്നിൽ പറയണമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ തവണ ഞാൻ പോയപ്പോൾ ഞങ്ങളുടെ ബെഡ്റൂമിലും ഹാളിലുമൊക്കെ ഒളിക്യാമറ വെച്ചിരുന്നു. അതിലുള്ളത് നിങ്ങളെ കാണിക്കാൻ എനിക്ക് അറപ്പുണ്ട്. ഞാൻ പറയുന്നത് സത്യമല്ലെന്ന് അവൾ പറഞ്ഞാൽ ക്യാമറയിൽ പതിഞ്ഞതൊക്കെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ കാണിക്കാം. കൈകൾ കെട്ടി നിർവികാരനായി ഉദയൻ നിന്നു. ഈ കേട്ടതൊക്കെ സത്യമാണോടി മൂദേവി? അനുപമയുടെ അമ്മ അവളുടെ ചെകിട്ട താഞ്ഞടിച്ചു. സത്യം തന്നെയാ. എനിക്കൊരു കുട്ടീനെ തരാൻ ഇയാൾക്ക് കഴിവില്ല. എന്നിട്ടോ 10 കൊല്ലമായി കെട്ടിയ ഭാര്യ ഇവിടെ ഇട്ടിട്ട് അയാൾ ഗൾഫിൽ പോയി കിടന്ന് കാശുണ്ടാക്കുന്നു.
ഒരു കുട്ടി പോലും ഇല്ലാതെ ഇയാൾ ആർക്കു വേണ്ടിയാ ഇങ്ങനെ കിടന്ന് പണം ഉണ്ടാക്കുന്നത്? എന്നെ കൂടെ കൊണ്ടുപോകാൻ കാല് പിടിച്ച് ഞാൻ പറഞ്ഞതാ. അപ്പോൾ അമ്മ ഒറ്റയ്ക്കാവുമെന്ന് പറഞ്ഞ് എങ്ങോട്ടും കൊണ്ടുപോയില്ല. വയസ്സാം കാലത്ത് ഈ തള്ളയ്ക്ക് ഇവിടെ ഇങ്ങനെ കിടക്കാതെ മോൻ്റെയും മോളുടെയും കൂടെ മാറി മാറി നിൽക്കായിരുന്നു. അപ്പോൾ വീട് വിട്ട് ഞാൻ എങ്ങോട്ടും ഇല്ലെന്ന് ഇവരും ഇവിടെ തന്നെ കടിച്ചു തൂങ്ങി. എനിക്കും എൻ്റെ ഭർത്താവിനൊപ്പം നിൽക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. എല്ലാവരെയും പോലെ വികാരം അടക്കി കുറേ നാൾ ജീവിച്ചു. മതിയായപ്പോൾ ഇഷ്ടപ്പെട്ട ആണിൻ്റെ കൂടെ തോന്നിയ പോലെ ഞാൻ ജീവിച്ചു. ഇതിൽ എന്നെ മാത്രം ആരും കുറ്റപ്പെടുത്തണ്ട. സുധീഷ് വിളിച്ചാൽ ഞാൻ കൂടെ പോവുകയും ചെയ്യും. അനുപമ ആരെയും കൂസാതെ പറഞ്ഞു. നിന്റെ കാമുകന് കൊടുക്കാനുള്ളത് ഇന്നലെ രാത്രി തന്നെ ഞാൻ കൊടുത്തു. അവനിപ്പോൾ ഈ നാട് വിട്ടിട്ടുണ്ടാകും. നിന്നെപ്പോലെയുള്ള പെണ്ണുങ്ങൾക്കൊരു വിചാരമുണ്ട്. കല്യാണം കഴിഞ്ഞ നിന്നെയൊക്കെ ആണുങ്ങൾ പ്രേമിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണെന്ന്. അതൊക്കെ അവന്മാരുടെ മുതലെടുപ്പിന് വേണ്ടിയുള്ള നാടകം മാത്രമാടി. നീ ഇത് അനുഭവിക്കണം. എന്നെ ചതിച്ചതിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും മുന്നിൽ നാണം കെട്ട് നീ ജീവിക്കുന്നത് എനിക്ക് കാണണം. അതാ നിനക്ക് ഞാൻ തരുന്നത്. ഇത്തവണ എല്ലാം നിർത്തി വരാനിരുന്നത് ഞാൻ. കാരണം ചേച്ചിയെ കെട്ടിച്ച കടം തീർന്നത് 3 കൊല്ലം മുമ്പായിരുന്നു. നമുക്ക് ജീവിക്കാൻ എന്തെങ്കിലും സമ്പാദിച്ചു വരാമെന്ന് കരുതി അവിടെ പിടിച്ചു നിന്നതാ. അപ്പോഴാ നീ എന്നെ ചതിച്ചത്. നീ പറഞ്ഞ വികാരവും വിചാരവും അടക്കി തന്നെയാടി ഇത്ര കൊല്ലം ഞാൻ അവിടെ ജീവിച്ചത്. ബന്ധങ്ങളുടെ വില നിനക്കൊന്നും അറിയില്ല. ഞാൻ ചെയ്തതിൽ എനിക്കൊരു തെറ്റും ഇപ്പോഴും തോന്നുന്നില്ല. നിങ്ങളും നിങ്ങളുടെ അമ്മയും കാരണം തന്നെയാ ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. നിന്ന് ചാരിത്ര പ്രസംഗം നടത്താതെ ഇറങ്ങിപ്പോടി. അനുപമയുടെ മുഖം അടച്ച് ഒരടി കൊടുത്തുകൊണ്ട് അവൻ പറഞ്ഞു. ഇങ്ങോട്ട് വാടി നശിച്ച ജന്മേ. അവളുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് അനുപമയുടെ അമ്മ പുറത്തേക്ക് നടക്കുമ്പോൾ അവൾ കലിയോടെ ഉദയനെ നോക്കി പല്ലിറുമുന്നുണ്ടായിരുന്നു. സംതൃപ്തിയോടെ ഉദയൻ അവളെ നോക്കി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.